ഹലോ എവരിവൺ, നമുക്ക് ഇന്ത്യൻ ആർമിയുടെ എക്സാം ജൂൺ 30 തൊട്ട് ജൂലൈ 10 വരെ നടക്കാൻ പോവാണ്. അപ്പോൾ ഈ എക്സാമിന് മുമ്പ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ്, എങ്ങനെയാണ് ഹാൾ ടിക്കറ്റ് ടൈം കാര്യങ്ങൾ എത്തേണ്ടത്, അതുപോലെ തന്നെ മൊത്തം കാര്യങ്ങൾ എക്സാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൊത്തം കാര്യങ്ങളും നമ്മളിവിടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ നോക്കുക. എൻറ്റിയർ കാര്യങ്ങൾ എക്സാമിന് പോകുന്ന പിള്ളേർ നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് വേണം പോകാൻ വേണ്ടിട്ടോ. നമ്മൾ എക്സാമിന് 2-3 ദിവസം മുമ്പ് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്യുമെന്റ്സ് ഒന്നും പുതിയത് വേണ്ട, നിലവിൽ നിങ്ങളിലുള്ള ഡോക്യുമെന്റ്സ് തന്നെ കൊണ്ടുപോയാൽ മതി കേട്ടോ. അതേപോലെ ടൈമിന് എത്തേണ്ട കാര്യങ്ങൾ, എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ ഇപ്രാവശ്യം നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഇല്ലയോ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്തില്ല, അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ. ഈ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ നെഗറ്റീവ് മാർക്കിന്റെ ഒരു കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ. നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷമൊക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, ഈ വർഷം നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്കിപ്പോ അത് നമുക്കും അറിയില്ല എങ്ങനെയാ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാം. മാക്സിമം അപ്ലൈ ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് വൺ മോർ ഇമ്പോർട്ടന്റ് തിങ്, 5 സെറ്റ് ഓഫ് ജിഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഈ മാസം നമ്മുടെ ഈ ബോർഡ് പുതിയ ഓഫീസിന്റെ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ പ്രമാണിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 സെറ്റ് ചോദിക്കാൻ കാര്യമുള്ള ഡിഫിക്കൽട്ട്, മീഡിയം ലെവൽ, അങ്ങനെ പല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പല ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ 5 സെറ്റ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് മാത്രം നിങ്ങൾ എക്സാമിന് പോവുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ ഉണ്ട്, നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നേരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, 5 സെറ്റും ചെയ്യുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്, ടൈം ബൗണ്ട് വെച്ചിട്ട്, അതായത് ടൈം കറക്റ്റ് നോക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യൻ ആർമിയുടെ എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റും മക്കളെ. ഒരു ടെൻഷനും ഒരു പേടിയും വേണ്ട, സിമ്പിൾ എക്സാം ആണ്. 35 നമ്മളെ എന്തെന്ന് വരുന്നത്, ടാർഗറ്റ് മാർക്ക് എന്ന് പറയുന്നത്. ഒരു പേടിയും വേണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം നമ്മളെ അഡ്മിറ്റ് കാർഡിന്റെ ഒരു ഓവർവ്യൂ നോക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് നിങ്ങൾ ഒരു അപ്രോക്സിമേറ്റ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇതാണ് അല്ലെ, ഇങ്ങനെയാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരുന്നത്. നോക്കിക്കോ, ഈ അഡ്മിറ്റ് കാർഡില് ആദ്യം തന്നെ എന്തുണ്ടാവും, ഈ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാർകോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലെ. ഇവിടെ നിങ്ങൾ ഒരു QR കോഡും കാര്യങ്ങളൊക്കെ കാണാം. അതിനുശേഷം നിങ്ങളുടെ GIA റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ID കാർഡ് ഉണ്ടാവും. ഇതാണ് നിങ്ങളെ ഈ മറ്റേതിലൊക്കെ ഉണ്ടാവുന്ന മെയിൻ റോൾ നമ്പർ. പിന്നെ എക്സാം ഡേന്റെ റോൾ നമ്പർ ഉണ്ടാവും ഇവിടെ. ഓക്കെ, പിന്നെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഇവിടെ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ടാവും. എന്താണ് നിങ്ങളുടെ പേര്, ആ പേരുണ്ടാവും, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ ആക്ച്വലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും അല്ലെ, ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോട്ടോ ഉണ്ടാവും. അതേപോലെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടാവും. പിന്നെ അഗ്നിവീർ കാറ്റഗറി അപ്ലൈഡ്, ജെൻഡർ ഉണ്ടാവും, കാറ്റഗറി അപ്ലൈഡ് ഏതാണോ കാറ്റഗറി അതുണ്ടാവും. ഇവിടെ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി ആണ്, അപ്പൊ ജനറൽ ഡ്യൂട്ടി ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ മദേഴ്സ് നെയിം ഉണ്ടാവും. പിന്നെ സബ് ട്രേഡ് ഇവിടെ നോട്ട് അപ്ലിക്കബിൾ ആണ്, സബ് ട്രേഡ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെ മൊത്തം അപ്ലിക്കേഷന്റെ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. ARO അല്ലെ, ARO കാലിക്കറ്റ് AROന്റെ കീഴിലാണ് വരുന്നത്. ZRO സോണൽ റീജിയണൽ ഓഫീസർ ബാംഗ്ലൂർ ആണ് അല്ലെ, നമ്മൾ സൗത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് അവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ നോക്കണം, നെയിം ആൻഡ് അഡ്രസ് നോക്ക്, ഓഫ് ടെസ്റ്റ് സെന്റർ റീജിയണൽ എജുസിറ്റി പത്തമ്പാട്, മണിക്കൽ, തിരൂര്. അപ്പൊ എവിടെയാണ് എക്സാം നടക്കുന്നത്, ആ നെയിം ആൻഡ് അഡ്രസ് ഓഫ് സെന്റർ എവിടെയാണ് ഉണ്ടാവുക, ഇവിടെയാണ് ഉണ്ടാവുക. എവിടെ, റീജിയണൽ എജുസിറ്റിയിലാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടാവും കേട്ടോ. ആ ലൊക്കേഷൻ നോക്കിയിട്ടാണ് നിങ്ങൾ അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഡേറ്റ്, ഷിഫ്റ്റ് ഡേ, അതേപോലെ ടൈം ഓഫ് എക്സാമിനേഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. 3 ജൂലൈ 2025 ഷിഫ്റ്റ് 2 തേഴ്സ്ഡേ 11:30 to 12:30 എന്ത് ചെയ്യുന്നത്, നിങ്ങൾ എക്സാം നടക്കുന്നത്. അത്രയും അക്യുറേറ്റ് ആയിട്ട് എന്തെങ്കിലും ടൈമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. റിപ്പോർട്ടിംഗ് ടൈം എന്ന് നിങ്ങൾ കാണാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് ടൈം 10 മണിയാണ്, നിങ്ങളവിടെ 9 മണിക്ക് എത്തണം കേട്ടോ. ആ റിപ്പോർട്ടിംഗ് ടൈം നേവിയുടെ എക്സാമിന് എന്റെ മഹത്തായ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ്, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നവരാണ്. ഞാൻ എന്നിട്ടും പറയാം, നേവിയുടെ എക്സാമിന് SSRന്റെ എക്സാമിന് അവൻ എത്തിയത് 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. കേട്ടിട്ടില്ല, റിപ്പോർട്ടിംഗ് ടൈം 5 മിനിറ്റ് എത്തിയിട്ടാണ്. വേണമെങ്കിൽ ഞാൻ അവനെ കമന്റിൽ മെൻഷൻ ചെയ്ത് വെക്കാം. അവൻ കുറച്ച് നാണം കിടണം. അതായത് നമ്മൾ എത്രയും പറഞ്ഞാണ് നേരത്തെ എത്തണം, തലേന്നേ പോയിട്ട് സ്റ്റേ ചെയ്യണം, ലോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ എത്തിയത് 5 മിനിറ്റ് ഡിലേ ആയിട്ടാണ്, കയറ്റിയിട്ടില്ല. ഓക്കെ, കാര്യമായിട്ട് പറയാണ്, എന്ത് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, റിപ്പോർട്ടിംഗ് ടൈമിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ നടത്തണം. പിന്നെ ഒരു ഹറിബറിക്കുന്ന സമയം കൊടുക്കരുത് കേട്ടോ. അപ്പോ ഗേറ്റ് ക്ലോസിംഗ് ടൈം 11 മണിക്കാണ് ഓർത്ത് വെക്കാം. ഇനി ഇവിടെ ഒരു ഡിക്ലറേഷൻ ഫിൽഡ് ബൈ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ എന്താ എഴുതുക, ഇപ്പൊ എന്റെ പേര് ഇവിടെ ഞാൻ എഴുതാണ്, ഇവിടെ ഒരു പേര് എഴുതുക. അതേപോലെ ഡോക്ടർ ഓഫ് ആരാണ് എന്ന് വെച്ചാൽ അത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡേറ്റ് എഴുതുക, പ്ലേസ് എഴുതുക. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ആണ്. ഇത് നിങ്ങൾ അവിടെ നിന്നാണ്, ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ. നേരത്തെ സൈൻ ചെയ്ത് പോവരുത്. കുറെ മണ്ടന്മാർ അങ്ങനെ പോവാറുണ്ട്, അതുകൊണ്ട് നേരത്തെ സൈൻ ചെയ്ത് പോവരുത് കേട്ടോ. എന്നിട്ട് ഈ ഫ്രണ്ട് പേജിന്റെ
ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഈ ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് പേജിന്റെ അതായത് ഇത്രയും വരുന്ന ഈ ഫ്രണ്ട് പേജിന്റെ മാത്രം ലേസർ പ്രിന്റ് എടുക്കുക. ഓക്കെ, ലേസർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി പ്രിന്റ് ആയിരിക്കും, അക്ഷരങ്ങളും വ്യക്തമായിട്ട് കാണും. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കളർ പ്രിന്റ് തന്നെ ചിലപ്പോൾ ഒരു ചെറിയ ഷെയ്ഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലേസർ പ്രിന്റ് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ലേസർ പ്രിന്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ ഇൻവിജിലേറ്ററിന് മുമ്പ് നിന്നാണ് സൈൻ ചെയ്യേണ്ടത്, അല്ലാതെ സൈൻ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ചില വ്യക്തികൾ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. വേണമെങ്കിൽ 2-3 കളർ പ്രിന്റ് എടുത്ത് വെച്ചോളാം കേട്ടോ. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നോക്കടാ, ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ. പ്രിന്റഡ് കോപ്പി ഓഫ് ഈ അഡ്മിറ്റ് കാർഡ്, കളർ പ്രിന്റ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതേപോലെ പി ടി വാട്ടർ ബോട്ടിൽ ട്രാൻസ്പെറന്റ്, അതായത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാനും മറ്റുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, ഇനി അതിനുശേഷം ഉള്ളത് ബോൾ പോയിന്റ് പെന്നാണ്, ബ്ലൂ ഓർ ബ്ലാക്ക് മാത്രം നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫ് ആസ് മെൻഷൻഡ് ബിലോ ഇൻസ്ട്രക്ഷൻ, അതായത് നിങ്ങളുടെ ഒറിജിനൽ, ഇവിടുത്തെ താഴെ ഞാൻ പറയുന്നുണ്ട്, അതിന്റെ ഒറിജിനൽ ഫോട്ടോ കോപ്പിയും കൊണ്ടൊന്നും ആരും പോകരുത്. SSLC ബുക്ക് അതേപോലെ ആധാർ കാർഡ് ഒക്കെ ഒറിജിനൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ 2 റീസെന്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, രണ്ടെണ്ണം കറക്റ്റ് കൊണ്ടുപോകാൻ നിൽക്കണം. അവിടെ എത്തുമ്പോൾ മിസ്സാവും, ഒരു 4-5 എണ്ണം കൊണ്ടുപോകുക കേട്ടോ. അതും അടുത്ത ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോസ് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോ the candidate must bring print out of this e-admit card, allocate examination date and time mentioned above. നേരത്തെ പറഞ്ഞിടത്തേക്ക് ഇതൊക്കെ കൊണ്ടുപോകുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 വാലിഡ് ഒറിജിനൽ ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ കാർഡ്. ഓക്കെ, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID കാർഡ്, അതേപോലെ പാൻ കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ് എന്ത് വേണമെങ്കിലും കൊണ്ടാണ്. കളർ ഫോട്ടോഗ്രാഫി കൊണ്ട് പോകരുത്. കുറെ ആൾക്കാർ നമുക്ക് കളർ ഫോട്ടോ കോപ്പി എടുത്ത് ലാമിനേറ്റ് ചെയ്യാൻ പറ്റും, അതും കൊണ്ട് പോകരുത്, ഒറിജിനൽ തന്നെ കൊണ്ടുപോകാം. ഓക്കെ, ഇനി നോട്ട് കാൻഡിഡേറ്റ് വിൽ ബി അലൗഡ് എൻട്രി വിത്തൗട്ട് വാലിഡ് അഡ്മിറ്റ് കാർഡ് ആൻഡ് ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ കാർഡ്, അതായത് ഫോട്ടോ ഈ അഡ്മിറ്റ് കാർഡിന്റെ ഒറിജിനലും അതേപോലെ തന്നെ ഫോട്ടോ ഐഡന്റി കാർഡില്ല നിങ്ങൾ അകത്തോട്ട് ഒരു കാരണവശാലും കയറ്റുന്നല്ല, അതാണ് പറയുന്നത്. നോ റിക്വസ്റ്റ് ഫോർ എക്സ്ചേഞ്ച് ഇൻ, അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ ഒരു ശിക്ഷ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മാറ്റൂല കേട്ടോ. ഇനി ഓൺലൈൻ എക്സാമിനേഷൻ 60 മിനിറ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, 50 ചോദ്യങ്ങൾ ഉണ്ടാവുക, 4 മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും. ആൻസർ ഔട്ട് ഓക്കെ ഓക്കെ, ഇതാ ഇവിടെ കണ്ടോ, there shall be no negative marking. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല കേട്ടോ. ഈ നമ്മുടെ ഈ ഇപ്രാവശ്യത്തെ കഴിഞ്ഞ വർഷം നമുക്ക് 0.25 വെച്ച് എന്തുണ്ടായിരുന്നു, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്തില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ നെഗറ്റീവ് മാർക്കിന്റെ കാര്യം ആദ്യത്തെ വീഡിയോയിലെ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞിരുന്നു നെഗറ്റീവ് മാർക്കിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഇപ്രാവശ്യം എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല കേട്ടോ. And candidates are advised to reach their allotted examination before reporting time. Okay, reporting time മുമ്പായിട്ട് നിങ്ങൾ എത്തണം കേട്ടല്ലോ. കാൻഡിഡേറ്റ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകും കേട്ടോ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ ലേറ്റ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, അകത്തോട്ട് കയറ്റത്തില്ല. പിന്നെ കാൻഡിഡേറ്റ് ഷുഡ് ചെക്ക് the particular name, date of birth, category, sub category. അതായത് നിങ്ങളുടെ ഈ അഡ്മിറ്റ് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളില്ലേ, അത് വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്, റിക്രൂട്ട്മെന്റ് ഹെൽപ്പ് ഡെസ്ക് ആയിട്ടുള്ള നമ്പറുകൾ 9 മണി തൊട്ട് 5 മണി വരെ, മൺഡേ ടു ഫ്രൈഡേ വരെ, സാറ്റർഡേ വരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി the candidate should പ്രിന്റ് ഔട്ട് ഈ അഡ്മിറ്റ് കാർഡ് ഐഡന്റി പ്രൂഫ് ഒറിജിനലിന്റെ 2 കോപ്പി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഔട്ട് എടുത്തിരിക്കണം. ഓക്കെ, അതേപോലെ 2 കളർ സൈസ് ഫോട്ടോഗ്രാഫി ഫോട്ടോകോപ്പി എടുത്തിട്ടുണ്ടാകണം. അതായത് നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ ബോട്ടിൽ എടുക്കാം, ട്രാൻസ്പെറന്റ് ബോട്ടിലായിരിക്കണം കേട്ടോ. അതേപോലെ ഡ്രസ്സിന്റെ കാര്യം കൂടി ഞാനിവിടെ പറയാം. ഡ്രസ്സ് നിങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മാക്സിമം ഒരു വൈറ്റ് ടീഷർട്ടോ അതേപോലെ നമ്മുടെ ഈ ട്രാക്ക് പാന്റുകൾ ഉണ്ടല്ലോ, വളരെ മെറ്റലിന്റെ സാധനങ്ങളൊന്നും ഇല്ലാത്ത നമ്മളെ ട്രാക്ക് പാന്റുകൾ ഉണ്ട് അല്ലെ, അങ്ങനത്തെ ട്രാക്ക് പാന്റുകളൊക്കെ ഇട്ടിട്ട് പോകാൻ നോക്കുക. ചപ്പൽസ് യൂസ്, അതായത് മീൻസ് വായിച്ചെടുപ്പൊക്കെ യൂസ് ചെയ്ത് മാക്സിമം ഇട്ടിട്ട് പോകാൻ, വാച്ചൊന്നും കൊണ്ടുപോകണ്ട. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇത് മാത്രം കൊണ്ടുപോകാൻ ശ്രമിക്കാം കേട്ടോ. ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, ഇയർഫോൺസോ മൈക്രോഫോൺസോ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകണ്ട. ഇലക്ട്രോണിക് വാച്ചുകൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഇലക്ട്രോണിക് ഓർ നോൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസോ ഹാൻഡ് ബാഗ്സോ പേഴ്സ് കാൽക്കുലേറ്റർ ഒന്നും. അപ്പൊ പോകുന്ന ആൾക്കാർ മാക്സിമം എന്ത് ചെയ്യാം, ഒന്നിച്ച് പോകാൻ നോക്കുക. അതാകുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ട ഫോണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലിസ്റ്റിൽ അവിടെ സൂക്ഷിക്കേണ്ടി വരുന്നു ചുരുക്കം. ഓക്കെ, അപ്പോ ഇതൊക്കെ
ദ കാൻഡിഡേറ്റ് ഷുഡ് റിട്ടൈൻ എ കോപ്പി ഓഫ് ഈ അഡ്മിറ്റ് കാർഡ് കെയർഫുള്ളി ഫോർ ഫ്യൂച്ചർ. ഈ എക്സാം കഴിഞ്ഞെന്ന് വെച്ചിട്ട് കീറി കളയാൻ നിൽക്കരുത്. ഇത് എന്ത് ചെയ്തോണം, ഈ അഡ്മിറ്റ് കാർഡ് സൂക്ഷിച്ചു വെച്ചോണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ടെലഗ്രാമിൽ എന്ത് ചെയ്തോളാം, അയച്ചിട്ടോളാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്ക് ടെലഗ്രാമിൽ അയച്ചിട്ടോളാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ അവിടെ കയറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അവിടെ എന്താ പറയുന്നത്, ഓക്കെ, നിങ്ങൾ once candidate registration and capturing of photograph biometric are done registration, the candidate should proceed to the allocated computer terminal. അതായത് നിങ്ങൾ അവിടെ കയറി ചെന്നിട്ട് നിങ്ങളുടെ എൻട്രിയിലുള്ള ഒരു ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ഉണ്ടാവും. അതായത് നിങ്ങളെ വൺ ടൈം ക്യാപ്ചറിങ് എഴുതിയതിനു ശേഷം നേരെ ഇങ്ങോട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് ടെർമിനലിലേക്ക് പോയിക്കോളാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സാം ഹാൾ വിട്ട് പുറത്തു പോകാനൊന്നും പാടില്ല. പിന്നെ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ദി കാൻഡിഡേറ്റ് ഷുഡ് അപ്പിയർ ഫോർ എക്സിറ്റ് വെരിഫിക്കേഷൻ. നിങ്ങൾ കയറുമ്പോൾ ഒരു ഫോട്ടോ എടുക്കും, ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുക്കും, കേട്ടല്ലോ. അതിന്റെ ഇടയിൽ അത് എടുക്കാതെ പോകരുതെന്ന് ചുരുക്കം. ഓക്കെ, ഇനി the user ID and password for the computer based test will be provided to the candidate 10 minutes before the commencement of the examination their respective computer terminal. അതായത് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ എന്ത് ചെയ്യാണ്, 10 മിനിറ്റ് മുമ്പ് മാത്രമേ കമ്പ്യൂട്ടറിലേക്കുള്ള തരത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളെ പേരും അതേപോലെ ഒരു ഫോട്ടോയും വരും, നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡിലെ പോലത്തെ ഒരു ഫോട്ടോയും വരും, നിങ്ങൾ അപ്ലോഡ് ചെയ്തത് അത് കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ഒക്കെ ചെയ്യാം. വലിയ ഇഷ്യൂസ് ഒന്നും വരാൻ സാധ്യതയില്ല, എന്നാലും എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ക്രോസ് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇനിയിപ്പോ നമുക്കത് നോക്കട്ടെ, നോക്കട്ടെ. പിന്നെ ഇന്ത്യൻ ആർമി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ഡേഷൻ നമ്മൾ തരാം, ഡീറ്റെയിൽ അപ്ഡേഷൻ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ തരാം. അപ്പൊ അത് വിട്. പിന്നെ ലാംഗ്വേജ് പ്രിഫറൻസസ് വിൽ ബി ഡിഫൈൻഡ്. ഓക്കെ, ലാംഗ്വേജ് ഓൺലൈൻ എക്സാമിന്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. ശരിക്കും നോക്കിക്കോ, ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ദ ക്ലോക്ക് വിൽ ബി അറ്റ് ദ സെറ്റ് അറ്റ് ദ സെർവർ. നിങ്ങൾ എക്സാം തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ തൊട്ട് എന്ത് ചെയ്യുന്നു, ആ ക്ലോക്ക് റൺ ചെയ്യും. പ്രോപ്പർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കണം കേട്ടല്ലോ. when the timer reaches 0 the examination will be ended itself. you will not require to submit. നിങ്ങൾ സബ്മിറ്റ് ഒന്നും ചെയ്യണ്ട, ആ ടൈം 60 മിനിറ്റ് അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഔട്ട് ആവും. So the question ballot displayed on the right side of the screen will show the status of each question of the following symbols. നിങ്ങൾ അതിൽ വൈറ്റ് ആണ് കാണുന്നത്, നിങ്ങൾ എന്ത് ചെയ്യില്ല, ഈ ക്വസ്റ്റ്യൻ വിസിറ്റ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ നോട്ട് ആൻസേർഡ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ച കത്തും. യു ഹാവ് നോട്ട് ആൻസർഡ് ദ ക്വസ്റ്റ്യൻ ബട്ട് യു ഹാവ് മാർക്ക്ഡ് ദ ക്വസ്റ്റ്യൻ ഫോർ റിവ്യൂ. നിങ്ങൾക്ക് റിവ്യൂ ചെയ്തിടാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ചില ക്വസ്റ്റ്യൻ ഓവർ ടൈം എടുക്കും തോന്നുകയാണെങ്കിൽ, മാത്സ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കുറെ ടൈം എടുക്കും തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ റിവ്യൂ ഇട്ടിട്ട് പോവുക. എന്നിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് ചെയ്യാം. അതായത് ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫുൾ ഒരിക്കലും ആൻസർ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കുറെ ടൈം നമുക്ക് അവിടെ വേസ്റ്റ് ആവുന്ന ചുരുക്കം. ഓക്കെ, ഇനി ദ ക്വസ്റ്റ്യൻസ് ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ വിൽ ബി കൺസിഡർഡ് ഫോർ ഇവാലുവേഷൻ. അതായത് നിങ്ങൾ ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ, ആൻസർ ചെയ്തിട്ടും റിവ്യൂവിന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് എന്ത് ചെയ്യും, റീകൺസിഡർ ചെയ്യുന്ന ചുരുക്കം. ഓക്കെ, ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളത് വരുന്നത്. ഇനി നാവിഗേഷൻ നോക്കാം നമുക്ക്. നിങ്ങൾ നോക്കി, click on the question number in the question palette to go to the question directly. നിങ്ങളെ ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പൊ 1 2 3 4 5 ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതിൽ ക്ലിക്ക് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി പോട്ടോ. ആൻഡ് ക്ലിക്ക് ഓൺ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറന്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ കൊടുത്ത ആൻസർ. ക്ലിക്ക് ഓൺ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മളെ ഇതിൽ കൊടുത്ത ആൾക്കാർക്ക്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ എക്സാം എഴുതിയ ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഇതിന്റെയൊക്കെ മോക്ക് ടെസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ നടത്തിയതാണ്. ആ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതൊക്കെ അല്ലേ. ഇനി ക്ലിക്ക് ഓൺ മാർക്ക് ആൻഡ് റിവ്യൂ നെക്സ്റ്റ് review for the click on mark for review and next to the mark it is review for the current question. ആ റിവ്യൂ ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ക്വസ്റ്റൻ. ഇവിടെ ക്വസ്റ്റൻ പറഞ്ഞ പ്രത്യേകം പറഞ്ഞു, note that your answer for the current question will not be saved if you navigate another question directly without saving the answer. നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് മാത്രം അറിയുന്ന ഓപ്ഷൻസ് കൊടുത്തു പോവാം. കുറെ ആൾക്കാർ പറയും സിമ്പിൾ ഇതായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ, പിന്നെ റിവ്യൂ ചെയ്യാനും ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ സേവ് ആൻഡ് നെക്സ്റ്റ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കുറെ ആൾക്കാർ മന്ത്രങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി പ്രൊഡ്യൂസ് ഫോർ ആൻസറിങ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ടു സെലക്ട് യുവർ ആൻസർ ക്ലിക്ക് ഓൺ ദ ബട്ടൺ വൺ ഓഫ് ദ ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻസിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ടു ഡിസെലക്ട് യുവർ ചൂസൺ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ക്ലിയർ റെസ്പോൺസ് ഉണ്ടാവും. അതായത് ഞാനിപ്പോ എ സെലക്ട് ചെയ്തതല്ല ഉത്തരം, ഇത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ റെസ്പോൺസ് കൊടുക്കുക, എന്നിട്ട് ബി കറക്റ്റ് ചെയ്യുക കേട്ടോ. ടു ചേഞ്ച് യുവർ ചൂസൺ ആൻസർ ക്ലിക്ക് ഓൺ ദ ബട്ടൺ ഓഫ് അനദർ ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾ ആൻസർ ചൂസൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നേരെ അടുത്ത ബട്ടണിലേക്ക്, ഇപ്പൊ ബി ആണെങ്കിൽ ബി അല്ലെങ്കിൽ സി ആണെങ്കിൽ സിയിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ
ടു സേവ് യുവർ ആൻസർ യു മസ്റ്റ് ക്ലിക്ക് ഓൺ ദ സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ. ഇവിടെ കണ്ടോ, സേവ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ക്ലിക്ക് സേവ് കൊടുത്തിട്ട് നേരെ നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ. ടു മാർക്ക് ദ റിവ്യൂ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് റിവ്യൂ, പിന്നെ മാർക്ക് ചെയ്ത് റിവ്യൂ വരണമെങ്കിൽ മാത്രം അത് കൊടുക്കുക. അത് ആൻസറിനല്ല, അത് പിന്നെ വന്ന് റിവ്യൂ ചെയ്യാനാണ് കേട്ടോ. അപ്പോ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നോക്കാം. ഓക്കെ, അതായത് സബ്ജക്ട് വൈസ്. ഇനി മടിയന്മാർക്കുള്ള ഒരു ഏരിയ ആണത് കേട്ടോ. അതായത് ഇതുവരെ ഒന്നും നോക്കാത്ത ആൾക്കാർ ഇത് നോക്കിയിട്ട് വേണം പോവാൻ. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് മക്കളെ, നോക്കിക്കോ. ജനറൽ നോളജ്, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് പഠിച്ചു വെച്ചോളാം. ദാറ്റ് മീൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം 1857 ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ഗാന്ധിജി, അതേപോലെ ജാലിയൻ വാലാബാഗ് ഒക്കെ നോക്കിയിട്ട് പോവാം. ജോഗ്രഫി, റിവേഴ്സ്, മൗണ്ടൈൻസ്, സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ ക്വസ്റ്റ്യൻസ് ഉറപ്പാ വന്നിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ പണിയൊക്കെ നിർത്തിപ്പോ ഞാൻ കുറച്ച് എന്തായാലും വന്നിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് എല്ലാ എക്സാമിന് വരുന്ന കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് 6 മന്ത് കുറെയൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കാൻ നോക്കാം. സ്പോർട്സ് ആൻഡ് ഡിഫൻസ് എക്സസൈസിന്റെ ഡീറ്റെയിൽ നോട്ടുകൾ നമ്മളെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ജനറൽ സയൻസ് 10ാം ക്ലാസ് ലെവലിലുള്ള ജനറൽ സയൻസ് നോക്കിയാൽ മതി. ഹ്യൂമൻ ബോഡി ആൻഡ് ഓർഗൻ സിസ്റ്റംസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കെമിക്കൽ റിയാക്ഷൻസ്, ഫോഴ്സ്, മോഷൻ, ലൈറ്റ്, സൗണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ബേസിക് ഫിസിക്സ് ലോസ് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ മാത്തമാറ്റിക്സ് 10th ലെവലിലാണ് GD ഒക്കെ ചോദിക്കാൻ പോകുന്നത്. ഇനി ഇതിന് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക്, ദാറ്റ് മീൻസ് ടെക്നിക്കൽ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഒരു 12th ഇന്റർമീഡിയറ്റ് ലെവലാണ് വരിക കേട്ടോ. 10th ഉണ്ടാവും, 12th ഉണ്ടാവും കേട്ടോ. മാത്തമാറ്റിക്സ് ക്ലാസ് 10th ലെവൽ ഉണ്ടാവും. സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, LCM, HCF, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതൊക്കെ നോക്കാൻ നിങ്ങൾക്ക് ടൈം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവാ. മൊത്തം പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല കേട്ടോ. ഇനി റീസണിങ് നമ്പർ ആൻഡ് ആൽഫബറ്റ് സീരീസ് ഉണ്ട്, ബ്ലഡ് റിലേഷൻസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ഡയറക്ഷൻസ്, നോൺ വെർബൽ റീസണിങ്, ദാറ്റ് മീൻസ് മിറർ ഇമേജസ്, പേപ്പർ ഫോൾഡിംഗ് ഒക്കെ. റീസണിംഗ് ഒക്കെ റമീസാറിന്റെ ക്ലാസ് മാത്രം കണ്ടു പോയാൽ മതി, സെറ്റ് ആണ്. 90% ക്വസ്റ്റ്യൻസ് അവിടെ വരുള്ളൂ. ഞാൻ ഒരു 10ഉം 1ഒക്കെ ഞാൻ എപ്പോഴും വിടുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ അടിയിൽ വന്ന് പൊങ്കാലയിടും. ഓക്കെ, ഡെയിലി പ്രാക്ടീസ് സജഷൻ ഞാൻ പറയാണ്, ശരിക്കും ശ്രദ്ധിച്ചോണം. 1 മണിക്കൂർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈച്ച്, 4 സബ്ജക്റ്റിന് 4 മണിക്കൂർ, ഒരു സബ്ജക്റ്റിന് 1 മണിക്കൂർ വെച്ച് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. 1 അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓർ ഫുൾ മോക്ക് ടെസ്റ്റ്. ഫുൾ മോക്ക് ടെസ്റ്റ് 5 എണ്ണം, 1 അല്ല 2 അല്ല 5 എണ്ണം ഞാൻ ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് വേഗം പോയി ഇപ്പൊ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ 30 മിനിറ്റ് റിവൈസ് ഷോർട്ട് നോട്ട്സ് ഓർ എറർ ലോഗ്സ് ഒക്കെ, അതായത് 30 മിനിറ്റ് നിങ്ങൾ ചെയ്തതിൽ തെറ്റെവിടെയാണ്, അതേപോലെ തന്നെ ഈ എവിടെയാണ് എനിക്ക് കൂടുതൽ ടൈം പോകുന്നതിനുള്ള റിവൈസ് ചെയ്യാനുള്ള ടൈമാണ്. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഉണ്ടല്ലോ, മൊബൈൽ എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ടൈമർ സെറ്റ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും സ്റ്റോപ്പ് വാച്ചിൽ ലാപ്പ് ഉണ്ടാവും. ആ ലാപ്പാണ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മറ്റേ ക്വസ്റ്റ്യനിലേക്കുള്ള നിങ്ങൾ ടൈം നിശ്ചയിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഇന്റഗ്രേറ്റഡ് വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ എന്നിട്ട് നിങ്ങളെ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ നിങ്ങളോട് പറയാറുണ്ട് അല്ലെ. ഇനിയിപ്പോ നമ്മുടെ വെബ്സൈറ്റ് ഒന്നുകൂടി കൂടുതൽ അപ്ഡേറ്റ് യൂബോർഡ്സിനെ കഴിഞ്ഞ് ഇനാഗ്രേഷനെ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു അടിപൊളി വെബ്സൈറ്റ് ഒക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു നിങ്ങളെ മൊത്തം അനലൈസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു വെബ്സൈറ്റ് ഒക്കെ ആയിട്ട് നിങ്ങളെ എങ്ങനെയൊക്കെ ജോലിക്ക് കിട്ടാൻ പറ്റുമോ അതൊക്കെ നോക്കി സെറ്റ് ആക്കുന്ന ഒരു സാധനമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഞങ്ങളെ വിശ്വസിക്കുക, ഞങ്ങളെ കൂടെ നിൽക്കുക, ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ, നിങ്ങളെ ജോലിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി നോക്കണം. ടിപ്പ് ഫോർ ലാസ്റ്റ് 3 ഡേയ്സ്, അവസാനത്തെ 3 ദിവസം നിങ്ങൾ എല്ലാവരും ചെയ്ത തെറ്റുകളാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് ചെയ്യരുത്. പുതിയ ടോപ്പിക്ക് പഠിക്കാൻ പോലെ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പുതിയ ടോപ്പിക്സ് എല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ഞാനൊക്കെ പണ്ട് +2 എക്സാമിന് മാത്സ് അല്ലേ, ഞാൻ മാത്സ് വീക്കാണ്. എന്നിട്ട് അവസാനം മാത്സിനെ പുതിയ ടോപ്പിക്ക് പഠിക്കാൻ പോയിട്ട് അവസാനം സപ്ലൈ അടിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നിട്ട് സപ്ലൈയിലെ മാർക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുതിയ ടോപ്പിക്ക് നമ്മൾ ഒരിക്കലും അവസാനമായിരുന്നു. പിറ്റേ വർഷം ഞാൻ എന്ത് ചെയ്തു, മാത്സിന്റെ സമയത്ത് അവസാന നിമിഷത്തിൽ പുതിയതൊന്നും പഠിച്ചില്ല. നിലവിൽ ഓർമ്മയുള്ള സാധനങ്ങളും ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ മാക്സിമം എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. ഓക്കെ, ആ റിവിഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിലവിലുള്ളതിൽ കോൺഫിഡൻസ് കിട്ടും. പുതിയത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാവും. മറ്റത് ഉള്ളതിൽ നിന്ന് നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ഇനി ഓൺലി റിവിഷൻ പ്ലസ് ലൈറ്റ് പ്രാക്ടീസും, അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ കാമാവുക. ഓക്കെ, നിങ്ങൾക്ക് ഈ എക്സാം കിട്ടും, ഒരു പേടിയും വേണ്ട. അത് നല്ല രീതിയിൽ കാമാവുക. ഓവർ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അറിയാലോ, നിങ്ങളുടെ മൈൻഡ് മൊത്തം തകളത്തിലാവും. നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും ആൻസർ ചെയ്യാൻ പറ്റില്ല. ബി കാം. രാവിലെ ഒരു 10-15 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഭയങ്കരമായിട്ട് കാമായിരിക്കുക. മൈൻഡ് മുഴുവൻ സ്ട്രെസ് അടിക്കണം. നിങ്ങൾ മരിക്കാനൊന്നും പോകുന്നില്ലല്ലോ ഇത് തോറ്റു എന്ന് കരുതിയിട്ട് ഒരു പേടിയും വേണ്ട. ഇത് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് MTS വിളിച്ചു, കോസ്റ്റ് ഗാർഡ് വിളിച്ചു, അതേപോലെ SSCGD വിളിക്കാൻ പോകുന്നു. കുറെ എക്സാംസ് ഉണ്ട്. ഒരു പേടിയും വേണ്ട, നിങ്ങളോടെ ഞാനുണ്ട്, സായി സാർ ഉണ്ടാ, ഒരു പേടിയും വേണ്ട കേട്ടോ. ഇനി ഫോക്കസ് ഓൺ സ്പീഡ് ആൻഡ് അക്യുറസി. നിങ്ങൾ എഴുതുന്ന അവസാന നിമിഷത്തില് ഫോക്കസ് ഓൺ സ്പീഡ് ആൻഡ് അക്യുറസി. പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുക, ഇതാണ് അതിന് ഉത്തരം.
നമ്മളെ സ്ട്രൈക്ക് വരണം, പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് നമ്മളെ തലച്ചോറിൽ ചില സാധനങ്ങളൊക്കെ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് തേനൊക്കെ കഴിച്ചിട്ട് എക്സാമിന് വെക്കും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പൊക്കെ നിങ്ങളുടെ ബോഡിയിൽ എന്ത് ചെയ്യും, ചില ഹോർമോൺസ് ഒക്കെ വർക്ക് ചെയ്തിട്ട് മെമ്മറീസ് ഒക്കെ ചിലപ്പോൾ നന്നായിട്ട് കൂടും. ഓക്കെ, ഇനി റീഡ് ഓൾ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ഇൻ ദ എക്സാം. എക്സാമിന് മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല മക്കളെ, അറിയുന്ന ഉത്തരങ്ങളാണെങ്കിൽ ചാടിക്കറി ഇതാക്കരുത്. ചിലപ്പോൾ ഒരു നോട്ടൊക്കെ പണ്ടുണ്ടായിരുന്നു നമ്മളെ ഓർണിത്തോളജി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. ഓർണിത്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ബേർഡ്സ് ഉണ്ടായിരുന്നു, അതേപോലെ ബോൺ ഉണ്ടായിരുന്നു. നമ്മളെ കുറെ മഹാന്മാർ എന്ത് ചെയ്തു, അത് ബോൺ ആക്കി കൊടുത്തു. അത് ഓർത്തോളജിയാണ് അല്ലെ. ഓർണിത്തോളജി എന്താണ്, സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്. അങ്ങനെ കുറെ തെറ്റുകൾ വരുത്തിയ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഭയങ്കര കാമായിട്ടിരിക്കുക. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഏകദേശം എത്ര ഉണ്ടാ, 1 മിനിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ 50 ചോദ്യങ്ങളേ ഉള്ളൂ, ഇഷ്ടംപോലെ ടൈം ഉണ്ട്. നിങ്ങൾ മാക്സിമം റിലാക്സ് ആയിട്ട് മാത്രം എന്ത് ചെയ്യാം, എക്സാമിനെ കാണാം കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക, എന്തായാലും റിപ്ലൈ തരും. ഓക്കെ, യുബോർഡ്സിന്റെ ഒരു കമന്റ് ബോക്സിലും അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നത് ഒരു മെസ്സേജിനും, ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ആണ്, അവിടെ ഒന്ന് ചോദിക്കാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചോദിക്കാം. അതൊരു ഓപ്പൺ ഡിസ്കഷൻ ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾ എത്ര പേര് വന്നാലും നമ്മൾ അങ്ങനെ ഇടുള്ളൂ. കാരണം നിങ്ങൾ എത്ര എന്തൊക്കെ ചോദിച്ചാലും ശരി, ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിനൊക്കെ ഞങ്ങൾ മറുപടി പറയും. കാരണം ഞങ്ങൾ എന്തിനാ നിൽക്കുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും കയറി പോകണം. കാരണം ഞാനൊരു സ്കൂൾ മാഷായിരുന്നു, അവിടെ നിർത്തിയിട്ട് ഇത് തുടങ്ങാൻ കാരണം എന്താ, സ്കൂളിൽ മാത്രം പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ലാന്ന് വ്യക്തമായ ബോധമുള്ളതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയത്, നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിത്തവും കാര്യങ്ങളൊക്കെ മാക്സിമം മുമ്പോട്ട് കൊണ്ടുപോകുക. എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ ഓർത്താൽ മതി, നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം മക്കളെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.